വെറൈറ്റി സ്വീറ്റ്സ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ മാംഗോ റെസിപ്പി. പഴുത്ത മാങ്ങ കൊണ്ടൊരു ഹൽവ. രുചികരമാണ്, ഗുണകരമാണ്. മധുരവും മനോഹരവുമായ ഹൽവ തയ്യാറാക്കാനായി 3 പഴുത്ത മാങ്ങയുടെ പൾപ്പ് എടുക്കണം. ഒത്തിരി നാരുള്ള മാങ്ങയായതിനാൽ ഞാൻ ഈ മാങ്ങയുടെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് ഇത് മിക്സിയുടെ ജാറിൽ അരച്ച് അരിപ്പയിലൂടെ അരിച്ച് പൾപ്പെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളവും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നാൽ നാരുകളില്ലാത്ത മാങ്ങയാണെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മാങ്ങയുടെ പൾപ്പ് റെഡിയാക്കിയ ശേഷം ഒരു ബൗളിൽ 1/2 കപ്പ് കോൺഫ്ലവർ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി കലക്കിയിട്ട് മാറ്റി വെക്കുക. അതുപോലെ ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രവും റെഡിയാക്കി വെക്കുക. ഓയിൽ പുരട്ടിയിട്ട് പംകിൻ സീഡ് കൊണ്ട് ഞാൻ അലങ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സീഡ് കൊണ്ടോ നട്ട്സ് കൊണ്ടൊക്കെ അലങ്കരിക്കാം. ഇനിയും ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 2 കപ്പ് മാങ്ങയുടെ പൾപ്പ് ഒഴിക്കുക. കൂടെ 1 കപ്പ് പഞ്ചസാര. ഇനി ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഈ കൂട്ട് തിളപ്പിക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. മാങ്ങ വെന്ത് വരണം. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിം ലോ ടു മീഡിയത്തിലാക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സ് മാങ്ങയിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് വീണ്ടും അത് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം മാങ്ങ മിക്സിലേക്ക് ഒഴിക്കാനായിട്ട്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അത് തുടർച്ചയായി ഇളക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഈ പലഹാരം ഉണ്ടാക്കുന്നതിൽ ഉള്ള പ്രധാന ജോലി എന്ന് പറഞ്ഞത് തുടർച്ചയായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നാണ്. ഇനി കുറേ കഴിയുമ്പോൾ ഇതിലേക്ക് ലേശം ഉപ്പിടുക. വീണ്ടും നന്നായിട്ട് ഇളക്കുക. കളർ മാറാൻ തുടങ്ങുമ്പോൾ 1 ടീസ്പൂണ് മണമൊന്നുമില്ലാത്ത ഏതെങ്കിലും ഓയിൽ ഇതിലേക്ക് ഒഴിക്കുക. ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പ് ഈ പരുവത്തിൽ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ചൂട് മാറുമ്പോൾ ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞ് ഉപയോഗിച്ചാൽ നല്ല പുഡിംഗ് ആയിട്ടും ഇത് ഉപയോഗിക്കാം. അലുവ ഉണ്ടാക്കുന്നതിന് പിന്നെയും തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഓയിൽ ഒഴിച്ച ശേഷം വീണ്ടും ഇളക്കുക. പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. തുടർന്നും 1 മിനിറ്റ് കൂടി ഇളക്കുക. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് മാംഗോ മിക്സ് ഒഴിക്കുക. എല്ലാം ഒഴിച്ച ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു സ്പാറ്റില കൊണ്ട് ലെവൽ ചെയ്യുക. അതിനുശേഷം ഇത് ചൂട് മാറാനായിട്ട് മാറ്റി വെക്കുക. ചൂട് മാറിക്കഴിയുമ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റി ഹൽവ റെഡിയായി. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കുള്ള അടിപൊളി സ്വീറ്റ്. മാങ്ങ കൊണ്ടുള്ള ഈ ഹൽവ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.